യുവജനങ്ങളും ചെറിയ പിള്ളേരും വലിയവരും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എൻ്റെ സ്വന്തമാണ്. അപ്പോൾ സ്വന്തമായത് നമ്മുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എനിക്കും അവരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമമാണ്, അവർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ അവർ വിളിക്കും, എവിടെയാ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനിവിടെ ഇല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരിവിടെ വന്നില്ലെങ്കിൽ ഞാനും അന്വേഷിക്കും, ഇന്ന് കണ്ടില്ലല്ലോ എവിടെയാ. അപ്പോൾ എനിക്കും അങ്ങനെയാണ്. പരസ്പരം ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരങ്ങളിൽ യുവജനങ്ങൾ ഇവിടെ വന്ന് കയറുന്നവരുടെ എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവർ വൈകുന്നേരങ്ങളിൽ വന്ന് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വന്തം പള്ളിമുറി അല്ലെങ്കിൽ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഓടി വന്ന് ഒന്നും അലമ്പാക്കിയിടാതെ ഇനി ആരെങ്കിലുമൊക്കെ വന്നാൽ അവരെ ഒരു ആതിഥ്യ മര്യാദയോടുകൂടി പരിഗണിക്കുന്ന ഒരു യുവജനത്തെയാണ് ഞാനിവിടെ കാണുന്നത്. ഇവരെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ യുവജനങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. യുവാവായ ക്രിസ്തുവിന് പിതാവായ ദൈവത്തോട് എങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നോ, ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നോ, അതേപോലെ തന്നെ യുവജനങ്ങൾ യുവാവായ ക്രിസ്തുവിനോട് ഒരു സ്നേഹം, ഒരു കൂട്ട്, ഒരു കമ്പനി അത് നമുക്ക് സാധ്യമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും യുവജനങ്ങൾ നിരാശപ്പെട്ട് നടക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നീ ഒരു 21 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരും. അനുസരിക്കുന്ന യുവജനങ്ങൾക്കൊക്കെ ദൈവം കൃപ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ വന്ന് പറഞ്ഞിട്ടുണ്ട്.